എന്താ ചെക്കപ്പ് കഴിഞ്ഞോ? എല്ലാരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസം അറിഞ്ഞില്ല. ഇത് ഞാൻ അറിഞ്ഞില്ല. അയ്യോ നല്ലതായിട്ടൊന്ന് പൊത്തി പിടിക്കാതല്ലെന്നുണ്ടെങ്കിൽ താഴെ ഊരിപ്പോവും. എവിടെയോ ഗ്ലൂട്ടോതയോണോ അല്ലെങ്കിൽ കോസ്മെറ്റിക്സിന്റെ ബാക്കി സർജറി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണ സ്ഥലങ്ങളിൽ ചെന്ന് കിടന്നിട്ട് 5 മാസത്തെ ചെക്കപ്പിന് വന്നതാണ് പോലും. നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? അയ്യോ തളർച്ച, ഭയങ്കര തളർച്ചയാണല്ലോ, നെട്ടോട് ഓടിക്കൊണ്ടിരിക്കില്ല, അതുകൊണ്ട് തളർച്ച ഉണ്ടാവും. മാതൃത്വം എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞവർക്ക് അതിന്റെ വില മനസ്സിലാവും. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അതല്ലാതെ ഇതുപോലത്തെ പോഷ് കിടന്ന് കാണിക്കുന്നവർക്ക് അതിന്റെ വില കൃത്യമായിട്ട് മനസ്സിലാവത്തില്ല. ട്രാൻസ് വുമൺ ആയിട്ട് മാറിയ ഒരു വ്യക്തിക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അമ്മയാകാനുള്ള ഈ പറഞ്ഞ ജസ്റ്റേഴ്സ് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം ഞാൻ കുറച്ച് ഓവറായില്ലേ പറ്റും. അതിലപ്പുറത്തേക്ക് ഞാൻ ഈ പറഞ്ഞ ട്രാൻസ് വുമണും ആവത്തില്ല, എന്നാ പിന്നെ ഞാൻ ഇതിലും അല്ല അതിലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടിന്റെ ഇടയ്ക്ക് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നിന്നിട്ട് ഈ പറയുന്ന തോന്നിയാസങ്ങൾ കാണിച്ചുകൂട്ടി വേറൊരു റീച്ചിന് വേണ്ടിയിട്ട് പ്രസരം കാണിച്ചു വെക്കുന്നവർക്ക് ഒരു നാണോമാനം ഇല്ലെന്ന് മാത്രമേ ചോദിക്കാവുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ കോപ്രായങ്ങൾ കാണിക്കുന്നത്? അതിനു വേണ്ടി മൂട് താങ്ങാൻ വേണ്ടി മറ്റൊരുത്തരും കൂടെ നിൽക്കുവാണ്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. നിനക്കൊക്കെ കൃത്യമായിട്ട് അതങ്ങനെ രണ്ടെണ്ണത്തിനും കൃത്യമായിട്ട് മാതൃത്വത്തിന്റെ വില അറിയത്തില്ലല്ലോ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അമ്മയുടെ കണ്ണീരിന്റെ വില എന്തെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ മക്കൾക്ക് ഈ മാതൃത്വം എന്താണെന്നും അതിനെ ഇത്രയും പ്രഹസനമാക്കാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് വേർതിരിവ് ആദ്യം ഉണ്ടാവത്തുള്ളൂ. ഓ ഈശ്വരാ, എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത്. അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. അപ്പൊ എങ്ങനെയാ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?